के अंदर गौतम के अंदर इस तरह से गुस्सा होना चाहिए था जिस तरह से ഇൻസിഡൻസ് ഉണ്ടാവുമല്ലോ. ഇല്ല സർ, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവും. സാറിന് ഓർമ്മ വരും. മകളുടെ മാരേജ് ഫിക്സ് ചെയ്തു എന്ന്. ഇതാണോ ആള്? മിസ്റ്റർ ഗൗതം മേനോൻ. ഞാൻ അക്ബർ അലി, ഹെഡ്ലൈനർ. ലൈഫിലെ ഒരുപാട് അനുഭവങ്ങളുള്ള ആളല്ലേ? इसी से मतलब ऐसे पूरा जी ऐसा इसका चेहरा उतर क्यों गया समझ नहीं आ रही बात. पता नहीं कुछ जैसे उसने ऑपरेशन के बारे में बोला ना, कुछ तो गलत किया है ऐसा लग रहा है. കഴിഞ്ഞ ആദ്യത്തെ പോസ്റ്റിംഗിന് മുമ്പ് ഫാദറിനെ കണ്ട് സർ അനുഗ്രഹം വാങ്ങാൻ ചെല്ലുന്നതാണ്. Yes. Those days my father was enjoying his peaceful first time. He looked at me and smiled. എക്സ്ക്യൂസ് മീ സർ, ഒരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു. തോന്നാം, ഒന്നുകിൽ ആത്മപ്രശംസ അല്ലെങ്കിൽ സ്വയം മഹാനാണെന്ന് വരുത്തി തീർക്കാൻ. സർ അങ്ങനെ ലൈഫിൽ ഓ സോറി ഐ എം നോട്ട് ഇന്റർഫിയറിംഗ്. വാവ്, ഫോട്ടോ ഗംഭീരായിട്ടുണ്ട് ഇല്ലേ സാറിന്? അതൊക്കെയാണോ ഈ ഷെൽഫിലിരിക്കുന്നത്? ഒത്തിരി ഉണ്ടല്ലോ സാർ. സാറിനെ പോലെ ഞാൻ ആ വാതിലൊന്ന് അടച്ചോട്ടെ. बताने तो नहीं वाला उससे कुछ ही. शौक तो हो गया था ये जब उसने वो എല്ലാവരുടെ മുമ്പിൽ വെച്ച് എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ജനറൽ സാബിന്റെ അവസ്ഥ? സാറിന് മനസ്സിലായില്ലേ? നമുക്കൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയാലോ? കാശ്മീരിലെ में कुछ गलत क्या होना चाहते इसने. ജഗന്റെ വേഷത്തിൽ വന്ന ആ രാത്രി आप दिखा रहे हैं. हाँ, क्या हुआ था उस दिन? अच्छा, उस टेररिस्ट को मार दिया था किसी ने. यही था वो. अच्छा, मैं सोच रही बच कैसे गया. ये था तो इसने तो बचाया था फिर. तो आगे पता नहीं क्या हुआ. अच्छा, उसने इसकी बहन का शायद मुझे लग रहा फायदा उठाया है. हाँ, हो सकता है. साथ में तो जा रहे थे वैसे. मामू डैड मारे गए थे इसके. Sir. कैसे पकड़ रहा है? कितना कमीना है. Do what I say. कितना कमीना है फिर. एक छोटी लड़की सादा से कर रहा. इसलिए बदले के लिए आया फिर वो. अच्छा, माय गॉड, उसे मार दिया था उसने. अच्छा, The girl is unconscious. Take her to the hospital. ना उनमें नहीं थी ना. ना अबे टेस्ट में लिख दो उसका नाम. कितना कमीना था. No, you are lying. അങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല. നുണ പറയാ നീ. അതെ, നോണ. അമ്മയെ കൺമുമ്പിൽ കിടന്ന് പിടഞ്ഞു മരിച്ചത് വിധിയാണെന്ന് കരുതി സമാധാനിക്കാറുണ്ട് ഞാൻ. ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയിട്ട് നിങ്ങൾ इसे बताने की जरूरत क्यों पड़ी उसे बैंक. അതുപോലെ ഇത് എഴുതി തള്ളാന്ന് കരുതിയാൽ നടക്കില്ല സാർ. 8 വർഷം എത്ര ഞാൻ പ്രാർത്ഥിച്ചിട്ടും इसकी बहन की മറക്കാൻ चिंता होगी. ശ്രമിച്ചിട്ടും മനസ്സിൽ തന്നെ കിടന്ന് നീറുക. ഉറങ്ങാൻ കിടക്കുന്ന ഓരോ രാത്രിയിലും നിങ്ങൾ ഞെട്ടില്ലേ? ചെസ്സുകളിൽ തോറ്റത് ഒരു തുടക്കമാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായില്ല? इसे लगा था उसने. ये तो शुरुआत है. सब कुछ बता दिया. तो अभी बेटी से शादी थोड़ी कराएंगे. ഒരു അസുഖമില്ല എന്റെ ലോറൻസ് ഏട്ടാ. पहले क्यों बताया उसने? എന്നെ കാണുമ്പോൾ
പോരെ. 96-ാമത്തെ വയസ്സിലാണ് എന്റെ അപ്പന്റെ കാറ്റ് പോയത്. കർത്താവ് വിളിച്ചിട്ട് ഞാൻ വരില്ല എന്ന് വാശി എങ്ങനെ ജീവിച്ചിരിക്കുന്നു. വലിയ കൊതി ഉണ്ടായിട്ടൊന്നുമല്ല. ആ കൊതി നടക്കില്ല. അപ്പം കല്യാണം കഴിച്ചല്ലേ. ലോറൻസ് ഏട്ടൻ വെറും ബാച്ചിലർ അല്ലേ. എനിക്കിപ്പോഴും അതിനുള്ള പുഷ്ടിയൊക്കെ ഉണ്ട്. എന്താ പൊന്താത്തെ ഫിലിം में था ना. സ്വന്തമായിട്ട് എഴുന്നേറ്റേക്കാൻ വയ്യ, എന്നിട്ടാണ് പുഷ്ടി. അത് പിന്നെ എണീക്കാനും ഇരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പുഷ്ടിയുടെ കാര്യം കേൾക്കണ്ടാവോ? കാര്യം സുധി, अब ये बता ഗൗതം ബാംഗ്ലൂർ വന്നിട്ട് എത്ര നാളായി? 2-3 മാസമായി. ऐसे बता नहीं रहा, उसके बारे में पता कर रहा है. ഒന്നുമില്ല, അയാൾ പറഞ്ഞ ഇൻസിഡന്റ് എന്റെ ഓർമ്മയിൽ വരുന്നില്ല. ഇസ് ഇറ്റ് ട്രൂ ഓർ ഫേക്ക് സ്റ്റോറി? ഞങ്ങളെ പോലുള്ള പട്ടാളക്കാരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ എല്ലാത്തിനും കുറച്ചുകൂടി ക്ലാരിറ്റി വേണം. വോർ ഫ്രണ്ട് ഞങ്ങളുടെ മുൻ എന്തെങ്കിലും കുഴപ്പം? നത്തിങ്. എല്ലാം ശരിക്കും ആലോചിച്ചിട്ട് വേണമല്ലോ. കല്യാണമല്ലേ. ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നല്ലേ സാർ? അല്ല അങ്കിൾ, അതിന്റെ ഒരു രീതി അല്ലേ സുധി? അതെ അതെ, അവര് പോയിക്കോട്ടെ. എനിക്ക് ഇന്റർനാഷണൽ ലൈസൻസ് आगे से मिलना. ഓരോരുത്തരെയും കൊന്ന് പ്രതികാരം ചെയ്യാൻ വന്ന സിനിമയിലെ ഹീറോ ഒന്നും അല്ല ഞാൻ. നിങ്ങളുടെ മകളായിട്ട് പോലും. അവൾ എന്റെ മകളാ. ഞാൻ പറയുന്നത് അവൾ വിശ്വസിക്കൂ. അവൾ മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരും വെറുതെ ഓടി വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകും. മഹാനായ ഈ അച്ഛന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് പിന്നെ ഈ ലോകം മുഴുവൻ അറിയണ്ടേ? ഞാൻ ഇവിടുന്ന് ടാറ്റ പറഞ്ഞ് പിരിയും മുമ്പ് അതറിയും സാർ. വേണ്ട. താനാണല്ലോ ഞാൻ വന്നത്. എന്നെക്കാളും വലിയ ക്രിമിനൽ മൈൻഡ്. എന്ത് കുതന്ത്രങ്ങൾ മെനഞ്ഞാലും അത് कैसे करेगा एक्सपोज? समझ नहीं आ रहा. सब कुछ तो बता रहा है, उसे बात कर रहा है. नहीं सबके सामने करेगा ना, उसे एक्सपोज है. अच्छा, കൃഷ്ണയുടെ ഫ്ലാറ്റിൽ अभी तो इन दोनों के अलावा किसी और को कुछ नहीं बताया. പ്രേമിച്ചതൊക്കെ അറിയാണ്ട് तुम्हारी डॉटर എന്നെ के सामने, तुम्हारी वाइफ के सामने, सबके सामने एक्सपोज करूंगा. വഴികൾ അന്വേഷിക്കേണ്ട ജനറൽ സാർ. എല്ലാ വഴികളും ഞാൻ അടച്ചോണ്ടിരിക്കുക. ഒരു വാശി, അതിന് പകരമായിട്ട് അങ്ങള് വേറെ കളി പറയും. ആ കളിയിൽ ഞാൻ ജയിച്ചാലേ സ്വയം കല്യാണം കഴിച്ചു തരുമെന്ന്. പണ്ട് ജനറലായിരുന്നു എന്ന് കരുതി എപ്പോഴും മസിൽ പിടിച്ചടക്കേണ്ട കാര്യമുണ്ടോ? ഈ ഇടയ്ക്കൊക്കെ അല്പം കുട്ടിക്കളിയാവാം. എന്തെങ്കിൽ മുമ്പില് എന്നേക്കാൾ നന്നായിട്ട് അഭിനയിക്കേണ്ടത് സാറാ. നമ്മൾ വിചാരിച്ചതിനേക്കാളും മിടുക്കനാ ഗൗതം അല്ലേ? നല്ല സ്നേഹവും വിനയവും. ഇല്ലല്ലോ. ആത്മകഥ എഴുതാൻ തുടങ്ങിയപ്പോ മുതലാണല്ലോ ഇത്. ऑटोबायोग्राफी कैसे बता रहा था अपनी? सब झूठ बता के उसमें कहा जा रहा है. नींद नहीं आ रही उससे. ई भयंकर निकाल दे. मारने की तो नहीं सोच रहे हो कैसे? എന്താ കൊതുക്? फोन कर रहा है उसको. ഇങ്ങോട്ട് നോക്ക്. എന്താ? ഒന്ന് പുറത്തേക്കല്ലേ. എന്തു പറ്റി? ഒരു അത്യാവശ്യ കാര്യം പറയാനാ. എന്ത്? ദാ അങ്ങോട്ട് നോക്കൂ. എന്ത്? ചന്ദ്രൻ. ഇതാദ്യമായിട്ടാ കാണുന്നത്. പെട്ടെന്ന് എനിക്ക് റൊമാൻസ് വന്നു. എന്നിട്ട് നിലാവത്ത് അഴിച്ചുവിട്ട കോഴികളെ പോലെ നമുക്ക് ലവ് കൂടി. പോയി കിടന്നുറങ്ങ. ആരെങ്കിലും കണ്ടാലോ? जानवी कर रहा था ये सब. आगे वो ആകാശത്ത് തന്നെ. थप्पड़ मार देने से. ഇപ്പൊ സാറിന്റെ ഭാഗത്തെ ന്യായം. പക്ഷേ പ്രതികാരം ചെയ്യാൻ വേണ്ടി മോളെ നശിപ്പിച്ചു മുങ്ങിക്കളയൊന്ന് പേടിക്കണ്ട. ഒരു കാര്യം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടോട്ടെ എന്ന് കരുതിയ ഞാൻ വിളിച്ചാൽ ഏത് പാതിരാത്രിയിലും സാറിന്റെ മോള് വരും. ഇന്ന് ഇത്രയ്ക്ക് പോരെ സാർ?
വെറുതെ ഉറക്കമൊഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സമയം കളയണ്ട. ഗുഡ് നൈറ്റ്. कुछ कर ही नहीं रही बैग തന്നെ രക്ഷിച്ച സംഭവം മൂപ്പർക്ക് ഓർമ്മയില്ല അത്രേ. അതിപ്പോ അങ്ങനെ മറക്കാൻ ചില താനൊരു ഫ്രോഡാണ്. എന്താ പങ്കലിന് അങ്ങനെ ഒരു സംശയം തോന്നാൻ? എല്ലാവരെയും സംശയത്തോട് അല്ലെങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ ഞാൻ പറയും ആള് ഫ്രോഡാണോ ഡീസന്റ് ആണോ എന്ന്. ഇപ്പൊ സുധീർ സാറ് ഫ്രോഡാണെന്ന് തോന്നുമെങ്കിൽ ക്ഷമിക്കണം സാറേ, സാറ് വണ്ടിയിൽ ഇരുന്നത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നമ്മൾ വെറുതെ നടക്കാറിയാന്ന് പറ. ഞായറാഴ്ച ഞാനും നുണ പറയാറില്ല. മാനവ മര്യാദയ്ക്ക് കള്ളു കുടിക്കാൻ സമ്മതിക്കാത്ത കമോൺ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. उसको बुला रहा साथ में. വാ സുധീം വാ. अबे पता नहीं कहाँ ले जाएगा इसे. രാഗി അവിടെ പ്രാഗി കാത്തിരിപ്പുണ്ടാവും. അല്ല ഞാൻ ബ്രേക്ക് ഇളക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ कितनी खूबसूरत जगह ना. ओ देखो लेकर आया साहब उसे. I have the right to shoot an enemy at any time. ആരും ചോദിക്കില്ല. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അറിയാം സാർ, മരിക്കാൻ കൂടി തയ്യാറായി തന്നെയാ ഇങ്ങോട്ട് ഞാൻ വന്നത്. ये उसकी बेटी देख लेगी. उसने देख लिया. പേടിച്ചു പോയോ? ഞാൻ പറഞ്ഞില്ല അങ്കിൾ ശ്രേയ പേടിക്കൂന്ന്. ശ്രേയയുടെ കാറ് വരുന്ന കണ്ടപ്പോ ഞങ്ങളൊരു നാടൻ കളിച്ചല്ലേ. ജീപ്പിലിരിക്കുമ്പോ ഞാൻ SMS അയച്ച ശ്രദ്ധിച്ചില്ലേ? ഞാനൊരു തോക്ക് കൈകൊണ്ട് തോന്നുന്നു. ഇങ്ങനെയല്ലേ പിടിക്കേണ്ടത്? തോക്ക് കൈ കിട്ടിയ खाने के लिए लाया था लग रहा मुझे. സായിപ്പോ ഒരു ക്രിസ്മസിനാ തുറക്കുക. സാറിന്റെ അച്ഛനുള്ളപ്പോ ഒരു കൊല്ലം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് അങ്ങോട്ട് നിന്നു. क्या कर रहा है ये? പഴയ കൊളീഗ്സും ഫാമിലിയും ഒക്കെ വന്നപ്പോഴായിരുന്നു അത്. അന്നത്തെ ബാക്കി नीचे വൈകിട്ട് कुछ കാണോ? है उसके. ലോറൻസിന്റെ അടിയിൽ കുറച്ചുണ്ട്. ഇതെങ്ങനെ എടുക്ക? അതിനല്ലേ ബക്കറ്റും കയറും. ദാ വരുന്നു ദാ വരുന്നു. इसमें जूस रखते हैं वो तब निकालते हैं. गंदा नहीं होगा कैसे भी रहे. അല്പം ഒന്ന് കഴിച്ചു നോക്കണം അങ്കിൾ. നല്ല സൂപ്പർ സാധന. 10-20 കൊല്ലത്തെ പഴക്കമുള്ളതല്ലേ. वाइन बना रखी ना उसकी. നമ്മൾ വീഞ്ഞുണ്ടാക്കാൻ പോവാ. എന്താ കുറച്ചൊന്നും പോരാ. ഈ ബാരൽ यहाँ बैठा हुआ. ലോറൻസ് പൊയ്ക്കോളൂ, ഞങ്ങൾ അല്പം വൈകും. പൊയ്ക്കോ. फिर ये हीरो अभी तक तो किया नहीं उसे एक्सपोज. മൊത്തത്തിൽ നന്നായി. നീ പറഞ്ഞതാ ഞാൻ ചെയ്തത്. നിന്നേക്കാൾ നീയും. മനസ്സിലായില്ല. മനസ്സിലാവും. അതിനു മുമ്പ് ഒരവസരം നീ വരാൻ പാടില്ല. പറ, അതിനെത്ര പണം വേണം? ഓ उसे लग रहा पैसे के लिए आ रहे हैं. കുറ്റം സമ്മതിച്ചു. അതിനല്ലേ കൈക്കൂലി. നോ, നടക്കാത്തൊരു കാര്യം സമ്മതിക്കേണ്ട ആവശ്യം എനിക്കില്ല. അതും പറഞ്ഞ് ഇനി നീ എന്നെ തോൽപ്പി. മറ്റന്നാൾ ഞങ്ങളുടെ കല്യാണ നിശ്ചയമല്ലേ, അവിടെ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമുക്ക് വിലവേശാം. कल वो है एंगेजमेंट कल. अच्छा ഒളിയുദ്ധം വേണ്ട, നേർക്ക് നേരെ യുദ്ധം ചെയ്യും. അതാ उसने एक्सपोज किया नहीं. मिठाई खाने लग गया. उसको देखने लग गया. ये क्यों नहीं लड़ रहा उससे? आराम से मार खा रहा उसके. लेकिन तो बहन जैसे उसके अंदर गुस्सा होगा. नहीं है इसके अंदर. गौतम के अंदर जिस तरह से गुस्सा होना चाहिए था, जिस तरह से
जैसे वो फाइट कर रहा है तो ऐसे ही फाइट करनी चाहिए थी। यहीं थे ये लोग आए हुए हैं, यहाँ पे बना रखा उन्होंने वो। यहाँ डाल रहा है वो।